ഹായ് ഹലോ, നമുക്കിന്ന് ജെറേനിയം പ്ലാന്റുകളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാലോ? അതെ, ജെറേനിയം. നമുക്കൊരു വീടുണ്ട്. ആ വീടിൻ്റെ മുന്നിൽ രാവിലെ ഉണ്ടല്ലോ, സൂര്യപ്രകാശം ഇങ്ങനെ മൃദുവായി വീണ് കിടക്കുന്ന ഒരു കോണിൽ പച്ചപ്പിനിടയിൽ ചിരിച്ചു നിൽക്കുന്നത് പോലെ കുറേ പൂക്കളെ കണ്ടാലോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതിൽ നമ്മുടെ കണ്ണ് പെട്ടെന്ന് കവർന്നെടുക്കുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ ഈ ജെറേനിയം ചെടിയായിരിക്കും. അതെ, നിറങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു സുഖകരമായ സുഗന്ധവും ഒരു പ്രത്യേക ഊർജ്ജമൊക്കെ ഈ ചെടിക്കുണ്ട്. അതെ, പല കളേഴ്സിലുണ്ട് കേട്ടോ ജെറേനിയം പൂക്കൾ എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ്, കണ്ടില്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ എത്ര കളേഴ്സാണ് കാണുന്നത് അല്ലേ? ശരിക്കും വല്ലാത്തൊരു ഊർജ്ജമാണ് ഈ ചെടി നമുക്ക് തരുന്നത്. പലർക്കും ജെറേനിയം എന്ന് വെച്ചാൽ വേറെ ഒരു പൂച്ചെടിയായിട്ടൊക്കെ തോന്നാം. എന്നാൽ ഈ ഒരു പൂവിൻ്റെ കഥയുണ്ടല്ലോ, ഇതിലും വലുതാണെന്നുള്ളതാണ് സത്യം. അതെ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ജെറേനിയം ഒരു സാധാരണ പൂവല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ജെറേനിയം എന്ന പേരുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ചുവപ്പ്, പിങ്ക്, വെളുപ്പ്, എന്താ പറയുക, വയലറ്റ്, അങ്ങനെ പല നിറങ്ങളിലുള്ള ചെറിയ പൂക്കളാണ് അല്ലേ? പക്ഷേ ജെറേനിയം ഒരു അലങ്കാര ചെടി മാത്രമല്ല, ഇത് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റുന്നൊരു ചെടിയാണ് കേട്ടോ. കൊതുകുകൾ അകറ്റാൻ ഇതിന് കഴിവുണ്ട്. ചില ഇനങ്ങളിൽ ഔഷധ ഗുണങ്ങളുണ്ട്. അതുമാത്രമല്ല, ചിലതുണ്ടല്ലോ സുഗന്ധ വ്യവസായങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെ, ഇതിൻ്റെ എല്ലാം നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് ഞെരടിയിട്ട് ഒന്ന് മണത്ത് നോക്കി, ഒരു പ്രത്യേക സുഗന്ധമാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. അങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ, ഇതൊരു ചെറിയ ചെടിയാണ്, പക്ഷേ വലിയ വലിയ ഗുണങ്ങളാൽ സമ്പന്നമാണിതെന്ന് പറയാം. അപ്പോൾ ജെറേനിയം പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജെറേനിയം പൂക്കൾക്ക് ഒരു സിമ്പിൾ എലഗൻ ലുക്കുണ്ട് അല്ലേ? ഒരു അതിർവരമ്പുകളില്ലാത്തൊരു ഭംഗിയുണ്ടല്ലേ? ഒരുപാട് അലങ്കാര ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട്. അതിനൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. പക്ഷേ ജെറേനിയം അങ്ങനെയല്ല കേട്ടോ. കുറച്ച് പരിപാലനം മതി, കൂടുതൽ പൂക്കൾ തരും, കുറേ കാലം ഇതിൻ്റെ ഫ്ലവർ നിൽക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പുതിയതായി ഗാർഡനിങ് തുടങ്ങുന്നവർക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ ജെറേനിയം പ്രിയപ്പെട്ടതായത്. അപ്പോൾ എനിക്കും ജെറേനിയം പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റുകളിലൊന്നാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ജെറേനിയം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു ഊർജ്ജം കൊണ്ടുവരുന്നൊരു പ്ലാന്റാണ്. അതെ, ശരി, പല വീടുകളിലും ജെറേനിയം വെച്ചാൽ ഒരു പ്രത്യേക പോസിറ്റീവ് ഫീൽ ഉണ്ടെന്ന് പറയപ്പെടാറുണ്ട്. ശരിക്കും ജെറേനിയം പൂക്കൾക്ക് എന്താ പറയുക, ആ പൂക്കൾക്ക് മുന്നിൽ നമ്മൾ പോയി നിൽക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തിരി നാൾ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നമുക്ക് പ്രത്യേക ഒരു ഫീലായിരിക്കും നമ്മുടെ മൈൻഡിന് കിട്ടുക. അതൊന്ന് ഒന്ന് അടുത്ത് പോയി ഒന്ന് അനുഭവിച്ചറിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ചില ജെറേനിയം ഇനങ്ങളുണ്ടല്ലോ, കൊതുകുകൾ അകറ്റുന്ന സ്വഭാവം കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് പലരും ഇത് വിൻഡോ സൈഡിലും ബാൽക്കണിയിലും ഒക്കെ ഈ ചെടി വെക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു സത്യം അതാണ് കേട്ടോ. പിന്നെ ജെറേനിയം വളർത്താനായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? വലിയ സ്ഥലമൊന്നും വേണ്ട, വളരെ എക്സ്പെൻസീവായിട്ടുള്ള സെറ്റപ്പ് ഒന്നും തന്നെ വേണ്ട. നല്ല വെളിച്ചം കിട്ടുന്ന ഇടമായിരിക്കണം, അത്രയും കനം കൂടാത്ത മണ്ണായിരിക്കണം, അതായത് വളരെ ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം. വെള്ളം അധികം വേണ്ട, ചെടിക്ക് ശ്വാസം കിട്ടുന്ന ഒരു പോട്ടായിരിക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുഞ്ഞു പോട്ടിൽ തിക്കി നെരുക്കി വെക്കാൻ പാടില്ല. കുറച്ചൊരു വലിയ ചെടിക്ക് നന്നായിട്ട് ശ്വാസം കിട്ടുന്ന, മണ്ണിനൊക്കെ നന്നായിട്ട് വായു ഇളക്കം വരുന്ന അങ്ങനെയുള്ള പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറേനിയം നന്നായിട്ട് ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. ഇത് പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? പൂക്കൾ കൂടുതലാകാൻ വേണ്ടി ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. പക്ഷേ ജെറേനിയത്തിന് വെള്ളം അധികം വേണ്ട എന്നുള്ളതാണ്. കുറച്ച് വാട്ടർ സ്ട്രെസ് പോലും നിറച്ച് പൂക്കൾ കിട്ടാൻ സഹായിക്കും. അതെ, വാട്ടർ നമ്മൾ എത്ര കുറച്ച് കൊടുക്കുന്നോ അത്രയധികം പൂക്കൾ കൂടുതൽ ഉണ്ടാവുമെന്നാണ് അർത്ഥം. നമ്മുടെ ബൊഗെയിൻവില്ലയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലൊരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ജെറേനിയം ഉണ്ടല്ലോ, ശരിയായിട്ട് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ തുടർച്ചയായിട്ട് പൂക്കൾ കാണാം. നശിച്ചു പോകുന്ന പ്ലാന്റല്ല, പെട്ടെന്ന് നല്ല ബ്രാഞ്ചസൊക്കെ വീശി എപ്പോഴും ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ശരിക്കും അതൊന്ന് സെറ്റായി കിട്ടണമെന്ന് മാത്രം. സെറ്റാവാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ ജെറേനിയത്തിന് എവർ ബ്ലൂമിങ് പ്ലാന്റ് എന്ന് പറയപ്പെടുന്നുണ്ട്.
പല ഗാർഡനേഴ്സും ഈ ഒരു പ്ലാന്റിനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിളും ആണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നോ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കെന്തായിരുന്നാലും ജെറേനിയം ചെടി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ശരിക്കും പണ്ട് എനിക്ക് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ വീട്ടിൽ ജനലിനടുത്തായിട്ട് ഇത് എപ്പോഴും വെച്ചേക്കും. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്തിനാണ് ഈ ജനലിൻ്റെ അടുത്ത് വെച്ചേക്കുന്നതെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെ വെച്ചേക്കുന്നതെന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് വെക്കുന്നതിനെക്കാട്ടി കുറച്ച് വലുപ്പമുള്ള പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല വായു സഞ്ചാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് തരുന്നൊരു ചെടിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് ഡിമാൻഡും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് കേട്ടോ. കട്ടിങ് പ്രൊപ്പഗേഷൻ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്ലാന്റാണ്. കുറഞ്ഞ കോസ്റ്റിൽ കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് തയ്യാറാക്കാം, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെക്കാം, ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ നല്ല പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ജെറേനിയം എന്ന് വെച്ചാൽ വെറും ഒരു പ്ലാന്റ് അല്ല, ഒരു ഫീലിംഗ് ആണെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ആൻറ്റി ഉണ്ടെന്ന്. അപ്പോൾ ആൻറ്റി ഇന്നില്ല, പക്ഷേ ആ അടുക്കളയിലെ ആ ജെറേനിയം പോട്ട് വർഷങ്ങളോളം പൂത്ത് നിൽക്കുന്നത് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. നിങ്ങളും പല വീടുകളിലും ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഇതിങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. അതെ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു പൂച്ചെടി കൂടിയായിട്ടാണ് എനിക്ക് ഈ ജെറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്നൊരു ജെറേനിയം ചെടിയെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒന്ന് അടുത്തുകൂടെ പോയെന്ന് നോക്കൂ, ഒന്ന് അതിൻ്റെ ഇലകളൊന്ന് പറിച്ചെടുത്ത് നോക്കൂ. എന്താ പറയുക, ചെടികളുടെ ഭാഷയിൽ സംസാരിക്കില്ല, പക്ഷേ നമ്മുടെ മനസ്സവ കേൾക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെടിയാണ്. കാണുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്, വളർത്തുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ജെറേനിയം ചെടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സിന് ഇഷ്ടമായോ? എത്ര കളർ ജെറേനിയം പ്ലാന്റ്സ് ആണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതോടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ എന്താ രസമുള്ള പൂക്കൾ ഇങ്ങനെ നിൽക്കുക, അത് നല്ല വട്ട ഇലയോടുകൂടി. ഇലകളും കാണാനൊരു പ്രത്യേക ചന്തമാണല്ലേ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പൂക്കളോളം ചന്തമാണ് പൂക്കളില്ലാത്തപ്പോൾ ആ ഇലകൾ ഇങ്ങനെ വിന്യസിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വേണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അടുത്ത ബെൽ ബട്ടൺ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഇതുപോലത്തെ കിഡിലം വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ടാറ്റാ.